രാത്രി 9 മണിയായിരുന്നു സുനിലിൻ്റെ ഫോണടിച്ചപ്പോൾ അയാളുടെ ഫ്രണ്ട് ശ്രീജിത്തിനോടൊപ്പം കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയിരുന്ന ഒരു പഴയ വീട്ടിൽ വെച്ചാണ് രഹസ്യമായ ശബ്ദം കേട്ടത്. ആരോ ഓടിയുപോയ ശബ്ദം, കാട്ടിൻ്റെ ആഴത്തിൽ നിന്ന് വന്നത്. അവർ ഇരുവരും തിരിഞ്ഞു നോക്കി. കാടിനുള്ളിൽ വെളിച്ചം പോലെ തോന്നിയ ഒരു നിരത്ത് കത്തുന്ന ബുള്ളറ്റ് ലൈറ്റും അതിനു മുൻപിൽ കറുത്ത നിഴലും നിന്നിരുന്നു. ശബ്ദമില്ലാതെ ചിമ്മിയിരുന്ന ആ നിഴലിനോട് ശ്രീജിത്ത് അടുത്തുപോയപ്പോൾ ആ വ്യക്തിയുടെ മുഖം കാണാനായില്ല. ശരീരം മുഴുവൻ തണുപ്പ് കയറി ഒരു കാറ്റ് കുടഞ്ഞ് കടന്നുപോയ പോലെ തോന്നി. പെട്ടെന്ന് ആ നിഴൽ അപ്രത്യക്ഷമായി അവരുടെ മുന്നിൽ. വെളിച്ചം അകത്തേക്ക് കടന്നുപോയി. സുനിലിൻ്റെ കയ്യിലുള്ള മൊബൈൽ ഉരുകാൻ തുടങ്ങി. പിന്നീട് അയാൾ കുറച്ചുനേരം ബോധമില്ലാതെ വീണുപോയി. ശ്രീജിത്ത് ഭയപ്പെട്ടു. അയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ ഒന്നും സംസാരിച്ചില്ല. കണ്ണ് തുറന്നുവെങ്കിലും പകച്ചിരുന്നുവത്രേ. അവർ കാറിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയെങ്കിലും പിന്നിൽ നിഴൽ അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു കുട്ടി വീട്ടിൻ്റെ വാതിലിൽ നിന്ന് പറഞ്ഞു, "ഞാനാണ് വിളിച്ചത്, നീ വന്ന് നോക്കേണ്ടിരുന്നു." ഈ കഥ ആരംഭിച്ചത് കൊല്ലത്തുള്ള ഒരു പഴയ തറവാട്ട് വീട്ടിൽ നിന്നാണ്. കുഞ്ചിരാമൻ മാമാച്ചൻ്റെ മരണത്തോടെ ആ വീട് ശൂന്യമായിരുന്നു. എന്നാൽ അടുത്ത വാസികൾക്ക് അപ്രത്യക്ഷ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. വാതിലുകൾ തട്ടുന്നത്, രാത്രിയിൽ ഒരാൾ നടന്നു പോകുന്നത് പോലുള്ള ശബ്ദങ്ങൾ. ചിലപ്പോൾ മഴയും കാറ്റും കൂടിയപ്പോൾ വാതിലുകൾ സ്വയം തുറന്നുപോയി. ഒരു നിളപ്പുള്ളി എത്തിയപ്പോൾ പറഞ്ഞത്, "ഞാൻ കണ്ടത് ആരും കാണരുത്, ഞാൻ കേട്ടത് ആരും കേൾക്കരുത്." പുള്ളുതൂണ്ടിയ അലമാരയുടെ കവാടം സ്വയം തുറന്നു. അതിനകത്ത് നിന്ന് സ്ത്രീയുടെ നെടുവിരൽ പുറത്തേക്ക് വന്നത്. അതിൽ ചുവന്ന നഖവും ചോരയും വീഴുന്ന കാഴ്ചയും. പാറുക്കുട്ടി നിലവിളിച്ചു. പിന്നെ അവളെ ആരും കണ്ടില്ല. കളിക്കുന്ന കുട്ടികൾക്കിടയിൽ മുഖം മറന്ന കുഞ്ഞ് പെട്ടെന്ന് കരഞ്ഞു. കഠിന പണി പിടിച്ചു. ആ വീട്ടിൽ പടികേറുന്ന ശബ്ദം, അലമാര തുറക്കുന്ന ശബ്ദം, പിന്നെ ഒരേ ശബ്ദം, "ഞാൻ ഈ വീട്ടിൽ പോയില്ല, ഞാനിപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നു." ഓരോ രാത്രിയും ഓരോ അനുഭവങ്ങളുമായി അതീവിശ്വാസികളെയും ഭയപ്പെടുത്തി. ഒടുവിൽ ആ വീട്ടിൽ പോയത് സുനിലും ശ്രീജിത്തും മാത്രമാണ്. ആദ്യം പടിപ്പുരയിലേക്ക് കയറുമ്പോൾ നിന്നുപോയ നിഴലുകൾ കട്ടിലിന് സമീപം. നിലത്തിരുന്ന പെൺകുട്ടിയുടെ ശബ്ദം, "ഞാനിവിടെ ഇരിക്കുകയാണ്, നീയല്ല കണ്ടത്" എന്നു ചൊല്ലി. പിറകിൽ നിന്ന് കടന്നുവന്ന ചിരിയും നിലവിളിയും കിളിർപ്പായി. പിന്നീട് വാതിലടഞ്ഞു. ചുവന്ന കണ്ണുകൾ പൊങ്ങി. നിലത്ത് വീണ കറുത്ത നിഴലുകൾ കരിഞ്ഞ കനലായി മാറിയപ്പോൾ അവർ നിലത്ത് വീണ് കുഴിഞ്ഞുപോയി. 10 മണിക്കൂർ കഴിഞ്ഞ് നാട്ടുകാർ കണ്ടത് കത്തിയ വീടും ഉയില്ലാതെ കിടക്കുന്ന 2 പേരും. പിന്നെ ആരും അതിനടുത്ത് വയ്ക്കില്ല എങ്കിലും രാത്രിയോളം വീണ്ടും കേൾക്കുന്നത് അതേ ശബ്ദങ്ങൾ, അതേ ചിരികൾ, അതേ വാതിലുകൾ തുറക്കുന്ന ശബ്ദം. ഇപ്പോഴും ആ ആത്മാവ് അതിൻ്റെ കടം തീർക്കാതെ കാത്തിരിക്കുന്നു. നീ കൂടെയുണ്ടോ?